പാസ്പോർട്ടിലെ പേര് എങ്ങനെ തിരുത്താം? ഇതിന് ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പാസ്പോർട്ടിലെ നെയിം കറക്ഷനെ കുറിച്ചാണ്. പാസ്പോർട്ടിലെ നെയിം കറക്റ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോ വരുന്ന ഏതെങ്കിലും കറക്റ്റ് പേരുള്ള 2 ID പ്രൂഫാണ് നമുക്ക് വേണ്ടത്. അതായത് ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ്, ലൈസൻസ് ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും 2 എണ്ണത്തിൽ പേര് കറക്റ്റ് ആണെങ്കിൽ അതും ഏതെങ്കിലും 2 പത്രത്തിൽ പരസ്യവും ചെയ്തിട്ട് നമുക്ക് പാസ്പോർട്ടിലെ നെയിം കറക്ഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ID പ്രൂഫിൽ പേര് തെറ്റായിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ID പ്രൂഫ് കറക്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ ID പ്രൂഫ് വെച്ചിട്ട് നമ്മൾ പാസ്പോർട്ടിലെ നെയിം കറക്ഷന് അപ്ലൈ ചെയ്യാം. ഈ ID പ്രൂഫിൽ പേര് തിരുത്തുക എന്ന് പറയുമ്പോൾ ആധാർ കാർഡിലെ ഫസ്റ്റ് നെയിമിലാണ് കറക്ഷൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഇനി ആധാർ കാർഡിലൊക്കെ കറക്റ്റാണ്, ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സിലാണ് തെറ്റായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ 2 ID പ്രൂഫ് കറക്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പാസ്പോർട്ട് കറക്ഷന് അപ്ലൈ ചെയ്യാം. ഇനി പുതുതായിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് SLC ആണ്. SLCയുടെ കൂടെ ഫോട്ടോ വരുന്ന 2 ID പ്രൂഫും വേണം. SLC ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും, പക്ഷേ എമർജൻസി ക്ലിയറൻസ് ലഭിക്കുകയില്ല. ഈ എമർജൻസി ക്ലിയറൻസ് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട എന്തെങ്കിലും ആവശ്യമൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും SLCയും ID പ്രൂഫും വെച്ചിട്ട് പാസ്പോർട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഈ SLC പറഞ്ഞല്ലോ, ഇതിലാണ് നമ്മുടെ പേരിൽ തെറ്റ്, ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സിലൊക്കെ കറക്റ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിലും നമുക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേണം. അതെന്താണെന്ന് വെച്ചാൽ SLC ആണ് നെയിമിൻ്റെ കാര്യത്തിൽ ആധികാരിക രേഖ. സോ ആ ഒരു പേരിൽ സ്പെല്ലിംഗ് കറക്ഷൻ ആണെങ്കിലും ഇനീഷ്യൽ ചേഞ്ച് ചെയ്യാനാണെങ്കിലും സർനെയിം ആഡ് ചെയ്യാനാണെങ്കിലും അതുപോലെ നെയിം എൻറ്റർലി ചേഞ്ച് ചെയ്യാനാണെങ്കിലും നമുക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ട് ആദ്യം നമ്മൾ നെയിം ചേഞ്ചിങ്ങിന് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം SLC കറക്റ്റ് ചെയ്യണം. അതിനുശേഷം പാസ്പോർട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പാസ്പോർട്ടിൽ പേര് ചേർക്കുന്ന സമയത്ത് എപ്പോഴും സർനെയിം ഉള്ളതാണ് നല്ലത്. എല്ലാ കൺട്രീസിലേക്കും സർനെയിം ഇല്ലാതെ നമുക്ക് വിസ ലഭിക്കുന്നതല്ല. ചില കൺട്രീസിലൊക്കെ 2 പേരുണ്ടെങ്കിൽ സെക്കൻഡ് നെയിം സർനെയിമായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വിസ ലഭിക്കുന്നതാണ്. എന്നാൽ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് സർനെയിമിന് പ്രൂഫ് വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ എപ്പോഴും പേരിൻ്റെ കൂടെ സർനെയിം ഉള്ളതാണ് നല്ലത്. അപ്പോൾ SLCയിലൊന്നും സർനെയിം ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് പേരിൻ്റെ കൂടെ സർനെയിം ആഡ് ചെയ്യുക, എന്നിട്ട് SLC കറക്റ്റ് ചെയ്യുക. അതുപ്രകാരം ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സിലും സർനെയിം ആഡ് ചെയ്യുക, എന്നിട്ട് പാസ്പോർട്ട് എടുക്കുക. ഇതായിരിക്കും എപ്പോഴും നല്ലത്. ഇതുപോലെ നിങ്ങൾക്കും ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ മൈ ഡോക്കിൻ്റെ ഫ്രീ ഡോക്യുമെൻ്റ് കൺസൾട്ടേഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.